നമസ്കാരം. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് തൻ്റെ പാർട്ടി അംഗത്വം പുതുക്കിയില്ല. അതുകൊണ്ട് അദ്ദേഹം പാർട്ടി അംഗമല്ലാതായി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അദ്ദേഹം പുതുക്കാത്തത് കൊണ്ടാണ് പാർട്ടി അംഗമല്ലാതായത് എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് P ജയരാജൻ അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു. മനു തോമസിന് ചില വ്യവസായ വ്യാപാര താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് മനു തോമസിന് പുറത്തേക്ക് പോവേണ്ടി വന്നത് എന്ന് പറഞ്ഞ് P ജയരാജൻ പോസ്റ്റ് ഇടുന്നു. ഏറെ വൈകാതെ ജയരാജനെതിരെ അതിശക്തമായ ആരോപണങ്ങളുമായി മനു തോമസ് രംഗത്ത് വരുന്നു. മനു തോമസ് പറഞ്ഞത് ജയരാജൻ ഒരു കള്ളനാണ്, ജയരാജനും മകനും കൊട്ടേഷൻ സംഘമുണ്ട്, ജയരാജന്റെ മകനാണ് സ്വർണം പൊട്ടിക്കൽ മാഫിയയുടെ തലവൻ, ഇന്ത്യക്കകത്തും പുറത്തും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കി, ഗ്രൂപ്പ് ഉണ്ടാക്കി, പാറമട ലോബിക്ക് വേണ്ടി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചു. ഇത്തരത്തിൽ അനേകം ഗൗരവമേറിയ ആരോപണങ്ങളാണ് മനു തോമസ് P ജയരാജനെതിരെ ഉന്നയിച്ചത്. നമുക്ക് CPMന്റെ ഒരു ചരിത്രം അറിയാം. കണ്ണൂരിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെതിരെ ഇത്രയേറെ ഗൗരവമേറിയ ആരോപണം ഉന്നയിച്ചാൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വവും സഖാക്കളും രംഗത്ത് വരും. പക്ഷേ P ജയരാജനെ സംരക്ഷിക്കുന്നതിനോ മനു തോമസിനെ എതിർക്കുന്നതിനോ പോരാളി ഷാജി പോലും രംഗത്ത് വന്നില്ല. വളരെ കൗതുകമുണർത്തുന്ന കാര്യമാണത്. പോരാളി ഷാജി പോലും അവഗണിച്ചു. പാർട്ടിയുടെ ഒരു നേതാവും മറുപടി പറഞ്ഞില്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതേക്കുറിച്ചുള്ള മറുപടിയൊക്കെ ജില്ലാ നേതൃത്വം നൽകുമെന്നാണ്. ജില്ലാ സെക്രട്ടറി കമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. P ജയരാജനടക്കം MV ഗോവിന്ദനടക്കം കണ്ണൂരിലെ CPM നേതാക്കൾ ആരും ജയരാജനെ സംരക്ഷിക്കാനോ മനു തോമസിനെ എതിർക്കാനോ രംഗത്ത് വന്നിട്ടില്ല. നമുക്കിത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? CPMന്റെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളാണ് P ജയരാജൻ. കണ്ണൂരിൽ ഇപ്പോൾ വ്യക്തിപരമായി ഏറ്റവും സ്വാധീനമുള്ളത് P ജയരാജന് തന്നെയാണ്. ജയരാജനെ കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് അദ്ദേഹം അഴിമതിക്കാരനല്ല, അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കും പാർട്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും അദ്ദേഹം അഴിമതി നടത്തുന്നതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. P ജയരാജന്റെ മകനെ കുറിച്ചൊക്കെ കേട്ടത് വളരെ കഷ്ടപ്പെട്ട് മേസ്തിരി പണിയെടുത്ത് ജീവിക്കുന്ന ഒന്നാണ്. ആ P ജയരാജനെ കുറിച്ചും മകനെക്കുറിച്ചും അഴിമതിക്കാരനായി, കൊലപാതകിയായി, കൊള്ളക്കാരനായി, വിഭാഗീയതയുടെ ആളായി ചിത്രീകരിച്ചിട്ടും ആരും മനു തോമസിനെതിരെ ഒരു വാക്കും പറയുന്നില്ല. ആരും P ജയരാജനെ സംരക്ഷിക്കാനോ P ജയരാജനെ ഒപ്പം നിൽക്കാനോ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായ കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായ P ജയരാജനെതിരെ ഇത്രയേറെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ആയുസ്സിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് സംരക്ഷിക്കണമെന്ന്. ഈ നാട്ടിലെ ഒരു സാധാരണ പൗരന്റെ ആയുസ് സംരക്ഷിക്കാൻ പിണറായിയുടെ സർക്കാരിന് ഒരു താല്പര്യമില്ല എന്ന് തീർച്ചയാണ്. അത്തരമൊരു താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ മറുനാടൻ ഷാജൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ പാവപ്പെട്ടവന് പോലീസ് സംരക്ഷണം നൽകുമായിരുന്നു. ഒരു ബന്ധവുമില്ലാത്ത വാർത്തകളുടെ കീഴിൽ പോലും എന്നെ തട്ടിക്കളയണം എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കാണാം. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തയുടെ അടിയിൽ വന്ന ഒരു കമന്റ് ഇട്ട് തന്നു. ആ വാർത്ത മറുനാടനുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള വാർത്തയല്ല, അത് വന്നത് ഏഷ്യാനെറ്റിലാണ്. അതിനിടയിൽ ഒരു ഭീകരവാദി എന്ന് സംശയിക്കുന്ന അവൾ പറയുന്നു, ആരെങ്കിലും ആ മറുനാടൻ ഷാജിനും തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ എന്ന്. ആലോചിച്ച് നോക്കൂ, എത്രയോ പോസ്റ്റുകൾ, എത്രയോ ഭീഷണികൾ എനിക്കുണ്ടാവുന്നു. PV അൻവർ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനിടയിൽ വരുന്ന 90% കമന്റുകളും എന്നെ തട്ടിക്കളയണം എന്ന കൊലവിളി പോസ്റ്റുകളാണ്. അത്തരത്തിൽ സഖാക്കളുടെ പോസ്റ്റുകളുടെ അടിയിലെല്ലാം എന്നെ തട്ടിക്കളയണമെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ എനിക്ക് പോലീസ് സംരക്ഷണം തരണ്ട, എന്നെ കള്ളക്കേസിൽ കുടുക്കി എങ്ങനെയെങ്കിലും ജയിലിൽ കൊണ്ടുപോയി അവിടുന്ന് തട്ടിക്കളയാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആ സഖാക്കളാണ്, ആ സർക്കാരാണ്, ആ പോലീസാണ് CPMന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെതിരെ രംഗത്ത് വന്ന മനു തോമസിനെ സംരക്ഷിക്കാൻ പോലീസിനെ വിട്ടുകൊടുക്കുന്നതും സംരക്ഷണം ഉറപ്പാക്കുന്നതും. എന്തുകൊണ്ടായിരിക്കാം? ഒരു തർക്കവും വേണ്ട, പിണറായിസത്തിന്റെ ഒരു തുടർച്ചയാണ് ഈ കാണുന്നത്. പിണറായിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജനവികാരം ശക്തമായി. ആ ജനവികാരത്തിനൊപ്പം നിൽക്കുകയാണ് P ജയരാജൻ എന്ന നേതാവ്. P ജയരാജൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് പല കൊലപാതകങ്ങളിലും ബന്ധമുണ്ട് എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ അദ്ദേഹം കറ തീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ P ജയരാജനെ തീർക്കാൻ വേണ്ടി പിണറായി രംഗത്ത് വരണമെങ്കിൽ തീർച്ചയായും പിണറായിസത്തിന്റെ അടിവേരി മാന്താൻ P ജയരാജൻ കാരണക്കാരനാകുന്നു എന്ന തിരിച്ചറിവ് തന്നെയാകാം. പിണറായിയുടെ കൊട്ടേഷനാണ് വാസ്തവത്തിൽ മനു തോമസിന്റെ രംഗപ്രവേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായിക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും പാർട്ടി നേതാക്കൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ P ജയരാജന് വേണ്ടി രംഗത്ത് വരേണ്ടതാണ്. ആരും P ജയരാജന് അനുകൂലമായോ എതിരായോ പറയുന്നില്ല. എന്ന് മാത്രമല്ല, P ജയരാജൻ അങ്ങനെ പ്രതികരിക്കരുതായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം പുറത്തു വരുന്നു. ഈ മനു തോമസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ CPMന് ഇത്രമാത്രം ഭയക്കേണ്ടതുണ്ടോ? ഒന്നുകിൽ മനു തോമസിനെ CPMലെ ചില ഉന്നതരുമായി വ്യാപാര ബന്ധമുണ്ടാകും, അല്ലെങ്കിൽ മനു തോമസിനെ കളത്തിലിറക്കി P ജയരാജനെ തീർക്കാൻ പിണറായി തന്നെ കൊടുത്ത കൊട്ടേഷൻ ആവാം. അല്ലെങ്കിൽ ഇങ്ങനെ ധൈര്യപൂർവ്വം
കണ്ണൂരിലിരുന്നു കൊണ്ട് ജയരാജനെതിരെ മനു തോമസ് രംഗത്ത് വരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എം വി നികേഷ് കുമാറിന്റെ സഹോദരൻ എം വി ഗിരീഷ് കുമാറിനെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് തൻ്റെ സഹോദരൻ CPM-ലേക്ക് ചേർന്നതിനുള്ള അമർഷമുണ്ട്. അത് പറയുമ്പോഴും അദ്ദേഹം പറയുന്നു, കണ്ണൂരിൽ നിന്നുകൊണ്ട് CPM-നോട് യുദ്ധം ചെയ്യുക പ്രയാസമാണ്, അതുകൊണ്ട് ഞാനില്ല എന്നാണ് പറഞ്ഞത്. അതാണ് CPM-ന്റെ അവസ്ഥ. ഇവിടെയാണ് മനു തോമസ് ഏറ്റവും ശക്തനായ ജയരാജനെതിരെ കളത്തിലിറങ്ങുന്നു. നേതാക്കന്മാരാരും പ്രതികരിക്കുന്നില്ല. ഒരു സംശയവും വേണ്ട, ജയരാജനെ തീർക്കാൻ, ജയരാജനെ ഒതുക്കാൻ, ജയരാജനെ ഒറ്റപ്പെടുത്താൻ പിണറായി കൊടുത്ത കൊട്ടേഷൻ തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കൂ, പാർട്ടിയുടെ കരുത്തനായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു P. ജയരാജൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജന് താല്പര്യമില്ലാതെ ജയരാജനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വടകരയിൽ 8 നിലയിൽ പൊട്ടി. എല്ലാവർക്കും പ്രതീക്ഷിച്ചതാണ് തോൽവി. അതിനുശേഷം ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരണ്ടേ, വന്നില്ല. ബാക്കി ഇടങ്ങളിലൊക്കെ അത് സംഭവിച്ചു. കോട്ടയത്തെ കാര്യം മാത്രം ഓർക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവൻ മത്സരിക്കുന്നു, 8 നിലയിൽ പൊട്ടുന്നു. പക്ഷെ വാസവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറി ആവുന്നു. പിന്നീട് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സുരക്ഷിത സീറ്റ് കൊടുക്കുന്നു. ഏറ്റുമാനൂർ സീറ്റിൽ ജയിച്ച വാസവനെ മന്ത്രിയാക്കുന്നു, പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുന്നു. വല്ലാത്ത പ്രൊമോഷൻ, ഡബിൾ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ. അപ്പോഴാണ് തോറ്റുപോയ ജയരാജനെ ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല, ജില്ലാ സെക്രട്ടറിയെ തിരിച്ചു കൊണ്ടുവരുന്നില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്നില്ല, നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നില്ല. ഒന്നും ചെയ്യാതെ ജയരാജനെ ഒതുക്കുക മാത്രമല്ല, ശോഭന ജോർജ് മുമ്പ് 5 വർഷം ഇരുന്ന കസേരയിലേക്ക് പിൻഗാമിയായി ജയരാജനെ കൊണ്ടിരുത്തുന്നു. ഇത് വലിയ ഒതുക്കല്ലേ? ഇതിനേക്കാൾ വലിയ ഒതുക്കുണ്ടോ? പിണറായിക്ക് അനുകൂലമായി എത്രയോ ഗാനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഇറങ്ങുന്നു, പിണറായി സ്തുതിയുമായി. അതിനൊന്നും കുഴപ്പമില്ല. ജയരാജന് വേണ്ടി ആരോ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ, ഒരു പാട്ട് എഴുതിയതിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാവുന്നു. ഇപ്പോഴും ജയരാജന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താ ജയറാമും അരുൺകുമാറും അനിൽകുമാറും ഒക്കെ ഇരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. അവിടെയും തുടരാൻ അനുവദിക്കില്ല. ജയരാജനെ ജനസ്വാധീനം ഇല്ലാതാക്കണം, ജയരാജനെ കൊള്ളക്കാരനും കള്ളനുമാക്കണം എന്ന വാശി പിണറായിക്കുണ്ട്. അതുകൊണ്ട് മനു തോമസിനെ ഇറക്കി കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് തീർച്ച. ജയരാജന്റെ മകൻ ഒരു വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. അതിനൊന്നും അർത്ഥമില്ല. കാരണം പിണറായിയാണ് മറുവശത്ത്. പിണറായിയോട് കളിച്ചാൽ പ്രയാസമാകും. ഇതൊന്നും അറിയാതെയാണോ സുധാകരൻ പറഞ്ഞത് മനു തോമസിന് ഞങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന്? മനു തോമസിന് ആരും സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പിണറായിയും പിണറായിയുടെ പോലീസും കൊടുക്കും. സംരക്ഷണം കൊടുക്കേണ്ടത് P. ജയരാജനാണ്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക, P. ജയരാജനാണ് പിണറായിയുടെയും CPM-ന്റെയും പ്രധാനപ്പെട്ട ശത്രു. അദ്ദേഹത്തെ തീർക്കാനാണ് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ സംരക്ഷിക്കുന്നെങ്കിൽ, MV രാഘവനെ സംരക്ഷിച്ചതുപോലെ സംരക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കേണ്ടത് P. ജയരാജനെയാണ്. P. ജയരാജനെ TP ചന്ദ്രശേഖരന്റെ അവസ്ഥ വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ.